രണ്ടാമത്തത് അൽ ഫിഅലു. ഇപ്പൊ കലിമത്തുകൾ മൂന്നെണ്ണാണ്. ഒന്ന് ഇസ്മാണ്, ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഫിഅലാണ്. എന്താ ഫിഅൽ എന്ന് പറഞ്ഞാല്? ഹുവ കലിമത്തുൻ ദല്ലത്ത് അലാ മഅനൻ ഫീ നഫ്സിഹാ മഅ ദലാലത്തി അല സമനി. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അറിയിക്കുന്നതിനോട് കൂടെ സ്വന്തം നിലക്ക് തന്നെ ഒരു മാനന്റെ മേൽ അറിയിക്കുന്നതാണ്. മാനന്റെ മേൽ അറിയിക്കുന്ന ഒരു കലിമത്തിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ്? ഏതെങ്കിലും ഒരു കാലഘട്ടം, അതായത് മൂന്നാലൊരു കാലഘട്ടം, കഴിഞ്ഞുപോയ കാലഘട്ടം, കഴിഞ്ഞുപോയ കാലം, ഇപ്പോൾ നടക്കുന്ന കാലം, വരാനിരിക്കുന്ന കാലം, ഈ മൂന്ന് കാലമുള്ളൂ. നാലാമതൊരു കാലം ഉണ്ട് എന്ന് ചിലർ പറയണേക്ക, ഘട്ടകാലം. അത് ഏത് കാലത്തിലുള്ളതാണ്, അതുകൊണ്ട് പിന്നെ അതൊരു വേറൊരു കാലമായിട്ട് കൂട്ടുന്നില്ല. എങ്ങനെ ആവട്ടെ. അപ്പോ ഈ മൂന്ന് കാലഘട്ടത്തിനെ കുറിച്ച് അറിയിക്കുന്നതിനോട് കൂടെ ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഏതൊരു കലിമത്തിനെ കുറിച്ചും ഫിഅൽ എന്ന് പറയാം. ഉദാഹരണം, ഇപ്പൊ മുളാരിയായ ഫിഅൽ യക്തുബു എന്ന് പറഞ്ഞു. കതബ യക്തുബു. യക്തുബു എന്നുള്ളത് മുളാരിയായ ഫിഅലാണ്. മുളാരിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. ഹാലിനെ കുറിച്ചും, അതായത് ഇപ്പോൾ നടക്കുന്ന വിഷയം പ്രസന്റ് ടെൻസിനെ കുറിച്ചും ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചും അറിയിക്കുന്ന ഏക കലിമത്താണ്. പിന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഹർഫ് ചേർക്കും. അപ്പോഴാണ് എന്താകുന്നത്, അത് ഫ്യൂച്ചറിന് വ്യക്തമാക്കി ഫ്യൂച്ചറിന് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ അപ്പോഴാണ് പറയാം. എങ്ങനെ ആവട്ടെ, യക്തുബു എന്ന് പറഞ്ഞു. യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതും എന്നാണ്. എഴുതും അല്ലെങ്കിൽ എഴുതുന്നു. അല്ലെങ്കിലും ശരിക്ക് കാലം നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ രണ്ട് കാലങ്ങളും. കഴിഞ്ഞു പോയൊരു കാലം, വരാനിരിക്കുന്ന കാലം ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. പിന്നെ വരാനിരിക്കുന്ന കാലം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. ഇനി വരാനിരിക്കുന്ന കാലത്തിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അത് വരുമ്പോ നമ്മൾ പ്രസന്റ് അല്ലേ. അപ്പൊ നാളെ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന സമയം നാളെയാണ്. പക്ഷെ ആ ചെയ്യുന്ന സമയം നാളെ ആകുമ്പോ ആ ചെയ്യലും നാളെ ഒപ്പം ആകുമ്പോ അത് പ്രസന്റ് ആയിരിക്കും. ഇപ്പൊ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, എന്ത്, ഞാൻ നാളെ ഇന്നാലിന്ന വിഷയം ചെയ്യും. അത് ഇപ്പോഴാണ്, ഈ സമയം, ഇപ്പൊ പ്രസന്റ് അല്ലേ. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ടുള്ളൂ. വരാനിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു ഭാവന മാത്രമാണ്. എന്താവട്ടെ, നമ്മളെ മാറ്റി തിരുത്താനൊന്നും പോണ്ട. മൂന്ന് കാലം എന്ന് പറഞ്ഞോളൂ. അപ്പൊ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. അല്ലെങ്കിൽ മാദിയായിട്ട് കഴിഞ്ഞ കാലം, പാസ്റ്റ് ടെൻസില് കതബ എന്ന് പറഞ്ഞു, എഴുതി. ഇപ്പൊ ഇവിടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കതബ എന്നുള്ള കലിമത്ത് അല്ലെങ്കിൽ യക്തുബു എന്നുള്ള കലിമത്ത്, അതിനെ നമ്മൾ ഫെയിലാക്കണോ ആക്കണ്ടേ എന്നുള്ളവർക്കാണ് നമ്മളെ സംസാരം. കതബ എന്നുള്ളത് ഇപ്പോൾ ഒരു കലിമത്താണ്, അല്ലെങ്കിൽ യക്തുബു എന്നുള്ളത് ഒരു കലിമത്താണ്. ആ കലിമത്തിനെ നമ്മൾക്ക് ഫെയിലാക്കണോ ആക്കണ്ടേ എന്നാ നോക്കുക. എന്താ കാരണം? ഈ കതബ എന്നുള്ളതും യക്തുബു എന്നുള്ളതും മൂന്നാലൊരു കാലഘട്ടത്തിനെ കുറിച്ച് അറിയിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ഫിഅലാണ്. അപ്പൊ ഫിഅൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ ദല്ലത്ത് അലാ മഅനൻ മഅ ദലാലത്തി അല സമനി. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനോട്, ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അറിയിക്കുന്നതിനോടുകൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയാണെന്ന് അറിയിക്കുന്നതിനോടുകൂടെ ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന കലിമത്തിനെ കുറിച്ചാണ് ഫിഅൽ എന്ന് പറയുന്നത്. ഇനി ഫിഅലാണോ അല്ലേ എന്നുള്ളത് അറിയാൽ എങ്ങനെയാണ്? മുളാരിയായ ഫീലാണെന്നുണ്ടെങ്കിൽ സീനും സൗഫിയും അതിൽ ചേരും. സീനും സൗഫിയും ചേരാൻ പറ്റും. സയക്തുബു, സൗഫ യക്തുബു, അതാണ് പറഞ്ഞ ഹാല്, അതായത് വരാനിരിക്കുന്ന കാലഘട്ടം, ഫ്യൂച്ചർ ടെൻസിനക്ക് വേണ്ടിയിട്ട് നമ്മൾ
വ്യക്തമാക്കി കൊടുക്കുന്ന, ഫ്യൂച്ചർ ടെൻസിൽ നടക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന അക്ഷരമാണ് ഇത് സൗഫി സീനു. അത് കടക്കാൻ പറ്റും, അത് പ്രവേശിക്കാൻ പറ്റും. അതുപോലെ ലമ്മ് ലന്ന് നാഫിയായ രണ്ട് ഹർഫുകളാണ്. അതായത് ഒരു സംഗതി ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് കടക്കൽ എവിടെയായിട്ടുണ്ടാവുള്ളൂ? അത് മുദാരിയായ ഫീലിൽ കടക്കാം. അപ്പൊ അത് കടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്, മുദാരിയ ഫീലാണെന്നുള്ളത്. ഇനി മാദിയായ ഫീലിനെ കുറിച്ചാണെങ്കിലോ, താവ് തഅനീസിന്റെ താവ്, അതായത് സ്ത്രീലിംഗത്തിന്റെ മേൽ അറിയിക്കുന്ന താവ്. ഇപ്പൊ കതബത്ത് എന്ന് പറയാം. കതബത്ത് ഫാത്തിമത്തു അദ്ദർസ, ദർസിനെ ഫാത്തിമ എഴുതി. അപ്പൊ ഫാത്തിമ എന്നുള്ള ഒരു സ്ത്രീലിംഗം ഇവിടെ വന്നപ്പോ കതബയിലൂടെ താ എന്നുള്ള താവ് തേനീസ് കൊടുത്തു. അപ്പൊ അതും ഒരു അടയാളാണെന്ത്, ഇത് പിന്നെ മാദിയായ പേരാണെന്ന്. ഇനി പിന്നെ ഇതിലിപ്പോ അംറുഫീലിനെ നമ്മൾ കുറിച്ച് പറയുന്നുണ്ട്. അംറുഫീൽ എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ആ ഹാലിന്റെ മേൽ അറിയിക്കുന്നതിന് വേറൊരു കാലഘട്ടത്തിന്റെ മേൽ അറിയിക്കുന്നതല്ലാതെ. അംറുഫീല് ഇപ്പോ ഉക്തുബ് നീ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാണെങ്കിൽ ഫ്യൂച്ചറായി, അല്ല അപ്പൊ തന്നെ എഴുതുക എന്നുള്ളതാണെങ്കിലോ പിന്നെ അത് പ്രസന്റ് ടെൻസുമായി. അപ്പൊ അതൊരു കാലഘട്ടത്തിന്റെ മേൽ അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നെഹിയും അതിൽ പെടുത്തേണ്ടി വരും. പിന്നെ നെഹി പെടുത്തണം എന്നില്ല, അതായത് നെഹിയായ ഫിയലും അതിൽ പെടുത്തണോ വേണ്ടേ? നെഹിയായ ഫിയലും എന്ത് തന്നെയാണ്, അത് അമ്രു തന്നെയാണ് അല്ലേ? അതായത് ഒരു കാര്യം ചെയ്യരുതേ എന്ന് പറയുകയാണെങ്കിൽ അത് വിരോധിക്കുന്നതിനൂടെ കൂടെ ഒരു കൽപ്പിക്കലുമാണ്. എന്ത് ചെയ്യാതിരിക്കണം എന്നൊരു കൽപ്പനയാണ്. അപ്പൊ പിന്നെ അത് അമ്രിൽ തന്നെ പെടും. അപ്പൊ ഫേലുകള് പിന്നെ നമ്മള് മാദി മുദാരിയെ അമ്ര് നഹി ഇങ്ങനെ പറയല്. പക്ഷെ കാലഘട്ടത്തിന്റെ മേൽ അറിയിക്കുന്നത് മാദി മുദാരിയോട്. മൂന്നാമത്തത് ഹർഫ് എന്നുള്ള സംഗതിയാണ്. എന്താ പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ, അതായത് കെലിമത്തുകളിൽ നിന്ന് മൂന്നാമത്തെ ഇനം ഹർഫ് എന്നുള്ളതാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ കെലിമത്തുൻ ദല്ലത്ത് അലാ മഅനൻ ഫീ ഗൈരിഹ, സ്വന്തം നിലക്ക് ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കാത്ത കെലിമത്ത്. സ്വന്തം നിലക്ക് ഒരു കെലിമത്തിന്റെ പിന്നെ ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കാത്ത കെലിമത്ത്, അതായത് സ്വന്തം നിലക്കല്ലാതെ ഒരർത്ഥത്തിന്റെ മേൽ അറിയിക്കും എന്നർത്ഥം. ജറിന്റെ ഹർഫുകൾ ഉദാഹരണം, ഇപ്പൊ ജറിന്റെ ഹർഫ് ബാ, ഈ ബാ സ്വന്തം നിൽക്കുകയാണെങ്കിൽ അതിനൊരർത്ഥമല്ല, അത് അവിടെ കിടക്കുക. കൂട്ടത്ത് കൂടുമ്പോഴുള്ള അതിനെന്താണ് പൊട്ടിത്തെറി ഉണ്ടാകുക, അതായത് അതിന് അർത്ഥം ഉണ്ടാവും. ഇപ്പൊ ബിസ്മില്ലാഹി ബി എന്നുള്ളത് മാറി നിന്നാൽ അതിനൊരു അർത്ഥമല്ല. ബിസ്മില്ലാഹി എന്ന് പറയും. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ടും, അപ്പൊ കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അതിന് ഇനി വേറെ നിലക്ക് ഓരോ അർത്ഥങ്ങൾ ഉണ്ടാവും. അതൊക്കെ സാന്ദർഭികമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ ആത്തുഫിന്റെ പിന്നെ ഹർഫുകൾ, ഇവ വാവ്, സുമ്മ, ഫാ ഇങ്ങനെയൊക്കെയുള്ള ആത്തുഫിന്റെ ഹർഫുകൾ, ഇവകൾ സ്വന്തം നിലക്ക് നിൽക്കുമ്പോൾ അതിന് അർത്ഥം ഇല്ല. നസ്ബിന്റെ ഹർഫുകൾ, ജസ്മിന്റെ ഹർഫുകൾ ഒക്കെ. ഇനി എപ്പോഴാ ഹർഫിന്റെ അക്ഷരമാണ് ഇത് എന്ന് അറിയുന്നത് എപ്പോഴാ? അത് ഇസ്മിനും ഫേലിനും നമ്മൾ ഓരോന്ന് വിഷയങ്ങൾ പറഞ്ഞില്ലേ. അതായത് ഇസ്മാണെന്ന് അറിയണമെങ്കിൽ ഇന്നാലിന് അടയാളങ്ങൾ ഉണ്ടാവണം. ഫേലാണെന്ന് അറിയണമെങ്കിൽ ഇന്നാലിന് അടയാളങ്ങൾ ഉണ്ടാവും. ഇവ രണ്ടും ഇല്ലാത്ത തന്നെ ഹർഫ്. ഇവ രണ്ടും ഇല്ലാത്ത തന്നെയാണ്, അതായത് ഇവ രണ്ടുകളുടെയും അറിയിക്കുന്ന അലാമത്തുകൾ, അടയാളങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് ഹർഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഓരോ വിഷയങ്ങളും, ഇനി ഇസ്മിനെ കുറിച്ച് നമ്മൾ മട്ടം പോലെ സംസാരിക്കും.
ആ ഇസ്മ എന്തെല്ലാം വിധത്തിൽ മുഅറബാണോ മബനിയാണോ, എപ്പോഴാണ് മുഅറബാകല്, എപ്പോഴാണ് മബനിയാകല് എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അസ്സലാമു അലൈക്കും.